ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജിത സുപ്പൂസ് ഒഫീഷ്യൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലാണ്. ഇവിടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ പരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. ഇന്ന് ചിത്തിരയാണ് ദിവസം കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ 10 ദിവസമാണ്. സാധാരണ അത്തം മുതൽ 10 ദിവസം 10 ദിവസമാണ് കിട്ടാറ്. അപ്പോൾ ഈ വർഷം 11 ദിവസം ഉള്ളത് കൊണ്ട് തന്നെ ചിത്തിരയ്ക്കാണ് ഇവിടെ ഉത്സവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉത്സവവും കൊടിയേറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാനും അച്ഛനും കൂടിയാണ് ഇവിടെ ഉത്സവം കാണാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമായതുകൊണ്ട് തന്നെ 10 ദിവസവും ഓരോരോ പ്രോഗ്രാംസൊക്കെ ഈവനിങ് ഉണ്ടാവും. പിള്ളേരുടെ ഡാൻസും അതുപോലെ തന്നെ പാട്ടും ഒരുപാട് പരിപാടികളുണ്ട് ഈ ഒരു 10 ദിവസത്തിൽ. അപ്പോൾ അതൊക്കെ കാണാനും ഒക്കെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തൃക്കാക്കര എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഇവിടുത്തെ മഹാബലിയും അതിൻ്റെ ചരിത്രമൊക്കെയാണ്. അപ്പോൾ ഓണത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു തൃക്കാക്കര ക്ഷേത്രം തന്നെയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഓണം ഉണ്ടായത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയ ആ ഒരു പുണ്യഭൂമി നമുക്കിപ്പോഴും ഇവിടെ വന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ ആസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത് ഈ ഒരു തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം തന്നെയാണ്. ഈവനിങ് 8 മണിയോടുകൂടി കൊടിയേറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാംസൊക്കെ ആയിരിക്കും. അപ്പോൾ കൊടിയേറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ആനയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ ഓരോ വിവിധ പരിപാടികളായിട്ട് 2 സ്റ്റേജിലായിട്ട് കൈകൊട്ടിക്കളി, കുട്ടികളുടെ ഡാൻസ് എന്നിവ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലും ഇവിടെ ഈ ഒരു 10 ദിവസം ഫുള്ള് തിരക്കാണ്. അപ്പോൾ ഈ ഒരു ഓണ സമയത്ത് ഈ ഒരു എറണാകുളം ജില്ലയിലെ മിക്കവരും ഈ 10 ദിവസത്തിൽ തൃക്കാക്കരയിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഒക്കെയാണ് ഈ ഒരു ക്ഷേത്രത്തിൽ കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ ഭാഗമായിട്ട് അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം ആൾക്കാർ വരുന്നത് കേട്ടോ. അപ്പോൾ രാത്രി വന്നു കഴിഞ്ഞാൽ നല്ല നമുക്ക് പ്രോഗ്രാംസൊക്കെ കാണാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. ഇത് മാത്രമല്ല ഇവിടെ ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഷോപ്പിങ്ങുകളും ഓണ ഷോപ്പിങ്ങൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാ ഇവിടെ 2 വേദികളിലായിട്ട് ഇന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റേജിൽ കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതൊക്കെ കണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ ഇവിടെ ദീപക്കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ആ ഒരു ചിരാതുകളൊക്കെ വെച്ചിട്ട് ഫുൾ അമ്പലം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടോ. അപ്പോൾ ഈവനിങ് ഒക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം. അമ്പലം ഫുള്ള് ദീപമൊക്കെ വെച്ചിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടേക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു അമ്പലത്തിൽ വന്നാൽ ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ടൈമാണ്. പക്ഷേ ഈ ഒരു തിരക്ക് പിടിച്ച സമയത്ത് നമ്മളൊരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ വരുമ്പോൾ അത്ര തിരക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു രീതിയിൽ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാവുന്നതാണ്. അപ്പോൾ കേരളത്തിലെ തന്നെ അപൂർവം വാമനമൂർത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര. അതുപോലെ തന്നെ ഓണത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആൾക്കാർ ഇവിടെ എത്തുന്നത് കേട്ടോ. അപ്പോൾ അതായത് കൊടിയേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചെറിയ പൂജകളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇവിടെ ഈ ഒരു കൊടിയേറ്റ് നടക്കുന്നത്. കൊടിയേറ്റോട് കൂടിയിട്ടാണ് ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മഹാബലിയുടെ കാല് പതിഞ്ഞ സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അതിപ്പോഴും ഇവിടെ സംരക്ഷിച്ചു പോരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഒരു രാത്രി ആയപ്പോഴാണ് ഇറങ്ങിയത്. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു ഏരിയയിൽ എപ്പോഴും ഭയങ്കര ബ്ലോക്കായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം എപ്പോൾ വന്നാലും ഈ ഒരു ക്ഷേത്രത്തിനോട് ചുറ്റുമായിട്ട് എപ്പോഴും ബ്ലോക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വരേണ്ടതാണ്. പിന്നെ 10 ദിവസവും പ്രോഗ്രാംസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.